സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആദരണീയനായ KH നാസർ സാഹിബ്, വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, എനിക്കുറപ്പുണ്ട് ഏതാണ്ട് 2.25 നൂറ്റാണ്ട് മുമ്പ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഭാഗമായി പാലക്കാട് നഗരത്തിൽ മഹാനായ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച കോട്ടക്കരികെ നിന്ന് 10,000-കണക്കിന് വരുന്ന ജനസാഗരം സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങളുടെ പ്രതിജ്ഞ പുതുക്കുന്ന ഈ സന്ദർഭത്തിൽ അങ്ങ് ഏതോ സ്വർഗലോകത്തിരുന്നു കൊണ്ട് തൻ്റെ പിൻഗാമികൾ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഓർമ്മ പുതുക്കുന്നത് കണ്ട് ടിപ്പു സുൽത്താൻ ആനന്ദഹർഷ പുളകിതനായിരിക്കുമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ വിശ്വസിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് ദിനം ഇത് ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. ഇന്ത്യ രാജ്യത്തെ അവകാശം നിഷേധിക്കപ്പെട്ടവരുടെ, വിവേചനത്തിനിരയായവരുടെ, നീതി നിഷേധിക്കപ്പെട്ടവരുടെ അതിജീവനത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ, അതിജീവനത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ രൂപീകരണ ദിനവും ഈ സംഘടനയും പരാമർശിക്കാതിരിക്കാൻ ഒരു നിർവാഹവുമില്ലാത്ത തരത്തിൽ തന്റെ സാന്നിധ്യം പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഈ നവസാമൂഹിക പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്നു. എനിക്കുറപ്പുണ്ട് ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്ത്യ രാജ്യത്ത് പീഡനത്തിനിരയായി കൊണ്ടിരിക്കുന്ന, ഇന്ത്യ രാജ്യത്ത് നീതി നിഷേധിക്കപ്പെട്ട, ചരിത്രത്തിന്റെ പുറമ്പോക്കിലേക്ക് ചവിട്ടി മാറ്റപ്പെട്ട ജനതയുടെ അതിജീവനത്തിന്റെയും വിമോചനത്തിന്റെയും അവകാശ പോരാട്ടങ്ങളുടെയും ചരിത്രം പഠിക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിഷേധിക്കപ്പെടാനാവാത്ത ഒരു യാഥാർത്ഥ്യമായി ചരിത്ര വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ ജീവിച്ചിരിക്കുമെന്ന് എനിക്കുറപ്പാണ്. ഇത് കേവലം നമ്മെ പുളകിതരാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നിരീക്ഷണമല്ല. കഴിഞ്ഞ 2.5 ദശകക്കാലമായി ഇന്ത്യ രാജ്യത്തുണ്ടായിക്കൊണ്ടിരുന്ന സാമൂഹ്യ മാറ്റം അതിഭീകരമായ തരത്തിൽ രാജ്യത്തിന്റെ ഭാവിയെ, വർത്തമാനത്തെ അപകടപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ്. ഈ ഭാവിയെ അപകടപ്പെടുത്തുന്ന, വർത്തമാനത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ അധീശ ശക്തികൾക്കുമെതിരെ ഫലപ്രദമായ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിച്ച ഒരേ ഒരു പ്രസ്ഥാനം അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണ്. കാരണം 1990-കളിൽ ആരംഭിച്ച നവസാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരെ ഫലപ്രദമായി ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കാൻ ഇന്ത്യ രാജ്യത്തെ ദേശീയ തലത്തിലോ പ്രാദേശിക തലത്തിലോ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനകൾക്കും സാധ്യമായിട്ടില്ല, ഒരു സാമൂഹ്യ സംഘടനകൾക്കും സാധ്യമായിട്ടുണ്ടായിരുന്നില്ല. അവിടെ അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് പോപ്പുലർ ഫ്രണ്ട് ദൗത്യം നിർവഹിച്ചു. മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ട് ചരിത്രത്തിന്റെ ഭാഗമാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം ചരിത്രത്തെ നിർമ്മിക്കുകയായിരുന്നില്ല എന്ന. പോപ്പുലർ ഫ്രണ്ട് ചരിത്രത്തെ നിർമ്മിച്ചിട്ടില്ല, പകരം അത് ചരിത്രത്തിന്റെ ഭാഗമാവുകയായിരുന്നു. ഈ പോപ്പുലർ ഫ്രണ്ട് ദിനം തന്നെ ചരിത്രത്തിന്റെ ഭാഗമാകാൻ സർക്കാരാണ് കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സാധാരണഗതിയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഏറ്റവും ജനപങ്കാളിത്തമുണ്ടായിരുന്ന പരിപാടി ഓഗസ്റ്റ് 15-ാം തീയതി നടന്ന ഫ്രീഡം പരേഡുകളായിരുന്നു. ഈ രാജ്യത്തെ അധസ്ഥിത വർഗത്തിന്റെ പ്രതിനിധികൾ, ഈ രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ടവന്റെ പ്രതിനിധികൾ, നീതി നിഷേധിക്കപ്പെട്ടവന്റെയും അവകാശം നിഷേധിക്കപ്പെട്ടവന്റെയും പ്രതിനിധികൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, രാജ്യത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ, രാജ്യത്തിന്റെ ഭരണഘടനയെക്കുറിച്ച് ചർച്ച നടത്തുമ്പോൾ ഭയവിഹ്വലരായ ഭരണകൂടം അത് പിന്നോക്ക വിഭാഗങ്ങളും മുസ്ലിങ്ങളും ചർച്ച ചെയ്യരുത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഫ്രീഡം പരേഡ് നിരോധിച്ചു. ഭരണകൂടം വച്ചു നീട്ടിയ ഫ്രീഡം പരേഡ് നിരോധനം എന്ന എച്ചിൽ കഷ്ണത്തിൽ കടിപിടികൂടാൻ അഭിമാനബോധമുള്ള, നിശ്ചയദാർഢ്യമുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വം തയ്യാറായില്ല. അതുകൊണ്ടാണ് വിസ്മൃതിയിലേക്ക് പോകേണ്ടിയിരുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ ഗതി നിർണയിക്കുന്ന ഒരു ദിനം ആഘോഷപൂർവ്വം ഇന്ത്യ രാജ്യത്തുടനീളം കൊണ്ടാടാൻ ഭരണകൂടം വേദിയൊരുക്കിയത് എന്ന് നാം ഈ സമയത്ത് അനുസ്മരിക്കേണ്ടതുണ്ട്. ഭരണകൂടമാണ് ഈ ദിനമുണ്ടാക്കിയതും ഇന്ത്യ രാജ്യത്തെ
അവഗണിക്കപ്പെട്ടവന്റെ പ്രതിരോധത്തിന്റെ, അവരുടെ വിമോചനത്തിന്റെ, അവരുടെ അതിജീവനത്തിന് ഇന്ത്യ രാജ്യത്തിനൊരു ദിനം സമ്മാനിച്ചത് ഭരണകൂടമാണ്. നിങ്ങൾ വലിച്ചു നീട്ടിയ എച്ചിൽ കഷ്ണങ്ങളിൽ അവർ കടിപിടി കൂടിയില്ല പോപ്പുലർ ഫ്രണ്ടിന്റെ ഇച്ഛാശക്തിയുള്ള നേതാക്കള്. ഞാൻ പറയുന്നത്, രാജ്യത്തെ അപകടകരമായ രീതിയിലേക്ക് പലതരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലരും സൂചിപ്പിച്ചു, ലക്ഷക്കണക്കിന് രൂപ വരുന്ന കോട്ട് തയ്ക്കുന്ന നരേന്ദ്രമോദി, കോർപ്പറേറ്റുകളോട് കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി മാത്രമല്ല, ഭരണകൂടം ഈ രാജ്യത്തെ അടിസ്ഥാന വർഗങ്ങളുടെ അവകാശങ്ങൾക്കെതിരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഭരണകൂടം. ഈ ഭരണകൂടത്തിന്റെ നയനിലപാടുകളിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസും അവർ ചെയ്യാൻ തയ്യാറല്ല. ഇത് മുമ്പേ തുടങ്ങിയതാ. വിദ്യാഭ്യാസ മേഖല നമ്മൾ പരിശോധിച്ചാല്, വിദ്യാഭ്യാസ മേഖലയിൽ മുമ്പ് നരേന്ദ്രമോദി അദ്ദേഹം പറഞ്ഞു, വിദ്യാഭ്യാസ ദിനത്തില്, അവധി ദിനത്തില് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾപ്പിക്കണമെന്ന്. മുഴുവൻ സ്കൂളുകളിലും നരേന്ദ്രമോദി എന്ന ബിംബത്തെ സൃഷ്ടിക്കാൻ, ബിംബത്തെ അവിടെ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ബെഞ്ചിന് കാലില്ലാത്ത സ്കൂളിലാണ് ടെലിവിഷനും കേബിൾ കണക്ഷനും എടുത്ത് നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾപ്പിക്കാൻ തിട്ടൂരമിറക്കിയത് മതേതര കേരളത്തിലെ കോൺഗ്രസ് സർക്കാർ. അവധി ദിനത്തിൽ പോലും നരേന്ദ്രമോദി എന്ന ലക്ഷക്കണക്കിന് രൂപയുടെ കോട്ട് ധരിക്കുന്ന പ്രതിബന്ധത്തെ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. വിദ്യാഭ്യാസ മേഖല വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. സരസ്വതി പൂജ നിർബന്ധമാക്കി നമ്മുടെ ക്യാമ്പസുകളിൽ. പുതിയ ചരിത്ര നിർവചനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. 7000 വർഷങ്ങൾക്ക് മുമ്പ് വിമാനം പറത്തി എന്ന് നമ്മളുടെ കുട്ടികൾ വിദ്യാലയങ്ങളിൽ പഠിക്കേണ്ടി വരുമെന്നാണ് ഭരണകൂടം പറയുന്നത്. ജ്യോതിഷം, പണിക്കന്മാർ വീടിന്റെ ഉമ്മരത്തിരുന്ന് കബർ നിരത്തി പറഞ്ഞിരുന്ന ജ്യോതിഷം നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ശാസ്ത്രമായി പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപകടകരമായ ഈ ഭാവിയെ, അപകടകരമായ ഈ വർത്തമാനത്തെ സത്യസന്ധമായി അഡ്രസ് ചെയ്യാൻ ഈ രാജ്യത്തെ ജനങ്ങൾ തയ്യാറാവേണ്ടതുണ്ട്. പകരം രാജ്യത്തെ ജനങ്ങൾ എന്താ, 1 രൂപയ്ക്ക് 5 കിലോ അരി ലഭിക്കാൻ നമ്മൾ മൗനികളായി വിശ്രമത്തിലേക്ക് പോവുകയാണ്. ഈ മൗനത്തിനെതിരെയാണ് പോപ്പുലർ ഫ്രണ്ട് ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ ഭാവിയെ സുരക്ഷിതത്തിലാക്കാൻ, രാജ്യത്തിന്റെ വർത്തമാനത്തെ സജീവമാക്കുന്നതിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അപകടകരമായ മൗനത്തിനെതിരെ നടത്തുന്ന ശബ്ദമുഖരിതമായ ഈ പോരാട്ടങ്ങൾക്ക് കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്നും ക്ഷുഭിത യൗവനങ്ങളുടെ പിന്തുണയും സഹായവും സഹകരണവും ഐക്യദാർഢ്യവും വാഗ്ദാനം ചെയ്തുകൊണ്ട് എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.